എന്നെ കുറ്റപ്പെടുത്തിയ ആന്റി ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിക്ക്. ഇവള് പറഞ്ഞല്ലാതെ CKCയും ജ്യോതിർമയും ഒക്കെ ആ വിഷയം എങ്ങനെ അറിയും? എന്തിനാ ശിവാനി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തു? ഒന്നിനു പിറകെ നീ ഒന്നായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഷോ, എന്റെ ആന്റി ഈ നിധി വെറുതെ ഓരോന്ന് ഊഹിച്ച് പറയുന്നതാ. അത് കേട്ടിട്ട് എന്നെ പഴിക്കല്ലേ. ഗൗതം അനാഥനാണെന്നുള്ള രഹസ്യം എനിക്ക് മാത്രമല്ലല്ലോ അറിയാവുന്നത്. തല ചുറ്റി വീണപ്പോ എടുത്തുകൊണ്ടുപോയി കിടത്തിയിരുന്ന ആശുപത്രിയിലെ എല്ലാവർക്കും അറിയാലോ. അവിടെ നിന്നാണ് ഈ ന്യൂസ് ലീക്കായതെങ്കിലോ? ഗൗതം ഒരു അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ്. എവിടെയെങ്കിലും ഒരാളുടെ ചെവിയിൽ കിട്ടിയാ അത് കാട്ടുതീ പോലെ പരക്കും. അതല്ലാതെ ഞാനൊരു സൈക്കിളിൽ മയക്കം കെട്ടിവെച്ച് ഗൗതം അനാഥനാണെന്ന് വിളിച്ചു പറഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല നാട്ടുകാരെ അറിയിക്കാൻ. ശിവാനി വേണ്ട, അധികം ഒന്നും പറഞ്ഞു കേറണ്ട. നീ എന്റെ വാമൂടി കെട്ടാൻ നിനക്ക് പറ്റുമായിരിക്കും, പക്ഷെ പൊതുജനത്തിന്റെ നാവടക്കാൻ നിനക്ക് പറ്റുമോ? അനാഥൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അനാഥൻ എന്നും അനാഥൻ തന്നെയാ. ഇനി നിന്റെ നാവിൽ നിന്ന് ആ വാക്ക് പുറത്തു വന്ന കൊന്നുകളയും ഞാൻ. ഗൗതം ആരുമില്ലാത്തവനാണെന്ന് നിന്നോട് ആരടി പറഞ്ഞത്? ഇത്രയും കാലം പോറ്റി വളർത്തിയ അമ്മയുണ്ട്. ആ കൈകൊണ്ട് താലി കെട്ടിയ ഭാര്യയായ ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. നീ ഒഴികെ ഈ കുടുംബത്തിലെ സകല ആൾക്കാരും ഗൗതമിനെ പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, ചേർത്ത് പിടിക്കുന്നുമുണ്ട്. അങ്ങനെ ഉള്ളിടത്തോളം കാലം ഗൗതം തനിച്ചാവില്ല.